ബാണാസുര സാഗർ ഡാമിലും മീൻമുട്ടി വാട്ടർഫാൾസിലും ഒക്കെ പോയിട്ട് നമ്മൾ നേരെ വന്നത് കുറുമ്പാലക്കോട്ട മലയിലാണ്. ഈ മലയിലെ കാഴ്ചകളും ഇതിനടുത്തുള്ള ഒരു അടിപൊളി സ്റ്റേയുമാണ് ഈ വീഡിയോയിൽ. നമ്മളെടുത്ത സ്റ്റേയിൽ നമ്മളൊരു 7:30 മണിയോട് കൂടിയാണ് എത്തുന്നത്. കുറുമ്പാലക്കോട്ട മലയുടെ തൊട്ടടുത്തുള്ളൊരു മലയിലാണ് നമ്മൾ സ്റ്റേ എടുത്തത്. ഇവിടെ പൊതുവേ സ്റ്റേകളൊക്കെ കുറവാണ്. അപ്പോൾ ഈ കുറുമ്പാലക്കോട്ട മലയിൽ വരുന്നവരൊക്കെ പൊതുവേ രാവിലെ ദൂരെ നിന്ന് യാത്ര ചെയ്ത് വന്ന് കണ്ടിട്ടാണ് പോകുന്നത്. ഇവിടെ സ്റ്റേ എടുത്ത് നിൽക്കുന്നവർ വളരെ കുറവാണ്. 1300 രൂപയാണ് നമുക്ക് ടെൻറ്റ് സ്റ്റേ ആയത്. പല ടൈപ്പ് സ്റ്റേ അവൈലബിൾ ആണ്. ടെൻ്റ് ഉണ്ട്, ടെൻറ്റിൽ തന്നെ വലിയ ടെൻറ്റ്, ചെറിയ ടെൻറ്റ്, സിംഗിൾ ടെൻറ്റ് അങ്ങനെയൊക്കെ ഉണ്ട്. പിന്നെ റൂമും അവൈലബിൾ ആണ്. ഈ 1300 രൂപയ്ക്ക് നമുക്ക് ഡിന്നറും ബ്രേക്ക്ഫാസ്റ്റും അവൈലബിൾ ആണ്. നെച്ചോറും ചപ്പാത്തിയും ചിക്കൻ കറിയൊക്കെ ആയിരുന്നു നമുക്ക് ഡിന്നർ. ഫുഡൊക്കെ കഴിച്ച് ഇവിടുത്തെ മുതലാളിയുമായിട്ട് കുറച്ചു നേരം കത്തിവെച്ചിരുന്നു. അല്ല, ഈ ഒരു ഇതല്ലേ ഉള്ളൂ, ഈ പ്രോപ്പർട്ടി അല്ലേ ഉള്ളൂ? ഇതേ ഉള്ളൂ. പക്ഷെ എന്താ ലോൺ അടയ്ക്കാന്ന് പറഞ്ഞാൽ ഞാൻ ഇത് എത്ര രൂപ മുടക്കിയിട്ടുണ്ടാന്ന് വിചാരിച്ചാൽ 2.5 കോടി രൂപ ഇൻവെസ്റ്റ് ചെയ്ത വട്ടപൂജ. എൻ്റെ ബേസിക്കലി ഞാൻ വട്ടപൂജ, എൻ്റെ ആത്മ കൊണ്ട് ഇവിടെ എത്തിപ്പെട്ട. അല്ല, അത് കുഴപ്പമില്ല. പക്ഷെ നമുക്ക് ഇതൊക്കെ ഉള്ള സ്ഥിതിക്ക് എല്ലാം സെറ്റാക്കാൻ പറ്റുമല്ലോ. രാവിലെ എണീറ്റ് കഴിഞ്ഞപ്പോഴാണ് ഈ സ്ഥലത്തിൻ്റെ യഥാർത്ഥ ഭംഗി മനസ്സിലായത്. അതാണ് നമ്മുടെ കുറുമ്പാലക്കോട്ട. അതാണ് നമ്മുടെ കുറുമ്പാലക്കോട്ട. നമുക്ക് അവിടെ പോകണം. എണീറ്റപ്പോൾ കുറച്ച് ലേറ്റായി, പക്ഷേ കുഴപ്പമില്ല, ടൈമാണ്. സൂര്യോദയം ആവുന്നേ ഉള്ളൂ. ആ ടെൻറ്റിലാണ് ഞാൻ ഇന്നലെ കിടന്നത്. വേറെ ഒരു ടെൻ്റ് ഉണ്ട്. അടിപൊളി ലൊക്കേഷനാണ് അവിടെ. നമുക്കിവിടെ സിപ്പ് ലൈൻ സർവീസൊക്കെ ഉണ്ട്. ശരിയൊക്കെ ആയി കഴിഞ്ഞാൽ വവ്വാലിനെ പോലെ തൂങ്ങിക്കിടക്കാം. അടിപൊളി. മോർണിംഗ്. നൈസ് വ്യൂ, huh? ടവർ ഹിൽ വയനാട് എന്നാണ് ഇതിൻ്റെ പേര്. ഇവിടെ നല്ല വിശാലമായ സ്ഥലമുണ്ട്. നമുക്ക് ടെൻ്റ് അടിക്കാനും ക്യാമ്പിങ്ങിനും നമുക്ക് കളിക്കാനും ഒക്കെ ആയിട്ട് ഒരുപാട് സ്ഥലമുണ്ട്. ഞാൻ താമസിക്കുന്ന സ്ഥലം, ഇവിടെ നിന്നുള്ള വ്യൂ ആണ് ആ കുറുമ്പാലക്കോട്ട. ഫുള്ള് കോടയും മഞ്ഞ് മൂടി, മേഘങ്ങളൊക്കെ ഇങ്ങനെ അടിയിലാണ് ഇങ്ങനെ കിടക്കുന്നത്. ഈ പ്രോപ്പർട്ടിയിൽ നിന്നൊരു 5 കിലോമീറ്റർ ഉണ്ട് കുറുമ്പാലക്കോട്ട വരെ. രാവിലെ എണീറ്റ് നടക്കാം, വണ്ടി ഉണ്ടെങ്കിൽ വണ്ടി പോവാം. അപ്പോൾ എന്നെ ഇവിടുത്തെ ഓണർ അവിടുത്തെ താഴെ വരെ ഡ്രോപ്പ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ജീപ്പിലോ നടന്നോ പോകണം. ജീപ്പ് 600 രൂപ കൊണ്ടാവുമെന്നാണ് പറഞ്ഞത്. ഇവിടെ ആരെങ്കിലും കാണുമായിരിക്കും കൂടെ ഇതുപോലെ മല കയറാൻ വരുന്നവർ, അവരുടെ കൂടെ പോകണം. കൊള്ളാം, നല്ല പ്രോപ്പർട്ടി കേട്ടോ. ടവർ ഹിൽ എന്നാണ് പേര്. വണ്ടി ഉള്ളവർക്കൊക്കെ ബെസ്റ്റാണ്. പിന്നെ
വണ്ടി ഇല്ലാത്തവർക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും, കാരണം 5 കിലോമീറ്റർ ഉണ്ട് മല വരെ. ഓക്കെ, അപ്പോൾ നമ്മൾ കുറുമ്പാലക്കോട്ടയിലോട്ട് രാവിലെ പോവുകയാണ്. അവിടെ കുറച്ചുകൂടെ നല്ലൊരു വ്യൂ ആയിരിക്കും. എനിക്ക് തോന്നുന്നു കുറുമ്പാലക്കോട്ടയുടെ തൊട്ടടുത്ത വലിയ ഹൈറ്റുള്ള മലയിലാണ് നമ്മൾ നിൽക്കുന്നത്. ഇദ്ദേഹമാണ് നമ്മുടെ മുതലാളി കം ഡ്രൈവർ കം തൊഴിലാളി. ഫുൾ പരിപാടിയാണ്. നമ്മളെ ആ മലയുടെ താഴെ പുള്ളി കൊണ്ടാക്കും. കുറച്ചുണ്ട്, ഒരു 5 കിലോമീറ്ററോളം ഉണ്ട്. കുറുമ്പാലക്കോട്ട മലയിലേക്ക് പോകുന്ന ജീപ്പ് കിട്ടുന്ന സ്ഥലത്ത് പുള്ളി നമ്മളെ ഡ്രോപ്പ് ചെയ്തു. നമ്മൾ അവിടെ നിന്ന് അടുത്ത ജീപ്പ് എടുത്ത് കുറുമ്പാലക്കോട്ട മലയിലേക്ക് പോകണം. 2-3 കിലോമീറ്റർ ഉള്ളെങ്കിലും 600 രൂപ ജീപ്പിന് കൊടുക്കണം, അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ. ഞാൻ 300 രൂപ കൊടുത്ത് അങ്ങോട്ട് മാത്രം ആക്കിയതെന്ന് പറഞ്ഞിട്ടാണ് കയറിയത്. ഇത്രയും പൈസ കൊടുത്താലും നമുക്ക് മുകളിലെത്താൻ പറ്റില്ല. ഇനിയും 1 കിലോമീറ്ററോളം നടക്കുകയും കൂടെ വേണം. നമ്മൾ നടന്ന് മുകളിലെത്തിയപ്പോഴേക്കും സൂര്യൻ ഉദിച്ചു കഴിഞ്ഞു. ഒരുപാട് പേര് അവിടെ ഉണ്ടായിരുന്നു. ഇവരൊക്കെ ഇത്രയും രാവിലെ ഇവിടെ എങ്ങനെ എത്തിയെന്ന് അറിയാൻ വയ്യ. കുറേ പേരൊക്കെ ടെൻറ്റ് സ്റ്റേ അടിച്ച് കിടപ്പുണ്ടായിരുന്നു. പിന്നെ മുകളിൽ ഒരുപാട് കടകളും ഉണ്ട്, നമുക്ക് ചായ കുടിക്കാനും സ്നാക്സും മാഗിയും ഒക്കെ കഴിക്കാനായിട്ട് ചെറിയ ചെറിയ സെറ്റപ്പുകളൊക്കെ ഇവിടെ ഉണ്ട്. ഇവിടെ പയ്യന്മാർ ടെൻ്റൊക്കെ അടിച്ച് കിടപ്പുണ്ട്. നല്ല വ്യൂ ആണ് കേട്ടോ. നമ്മൾ മേഘമൊക്കെ നല്ല താഴെയാണ്. മീശപ്പുലിമലയിലെ പോലെ മേഘങ്ങളൊക്കെ ഇങ്ങനെ അടിയിൽ കിടക്കുന്നതുകൊണ്ടാണ് വയനാടിൻ്റെ മീശപ്പുലിമല എന്ന് ഈ സ്ഥലത്തിനെ പറയുന്നത്. നമ്മൾ ഏകദേശം ഒരു 3000 അടി ഉയരത്തിലാണ് നിൽക്കുന്നത്. അത്ര ഉയരത്തിൽ കയറുമ്പോൾ തന്നെ നമ്മുടെ ക്ലൗഡും കോടയൊക്കെ നമുക്ക് നല്ല അടിയിലായിട്ട് കാണാൻ പറ്റും. ഭയങ്കര അടിപൊളിയാണ് കേട്ടോ. സൂര്യോദയ സമയത്ത് ഇവിടെ എത്തണം, അതാണ് ഇവിടുത്തെ മെയിൻ ഹൈലൈറ്റ്. നമ്മുടെ കൽപ്പറ്റ നിന്ന് ഏകദേശം ഒരു 20 കിലോമീറ്ററോളം വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ എത്താം. അപ്പോൾ വെയിൽ വന്നു തുടങ്ങി, നമ്മൾ ഇറങ്ങുകയാണ്. കുറച്ച് നടക്കാൻ വിചാരിക്കുന്നു, കാരണം 300 രൂപ ഇനിയും കൊടുക്കണം. അല്ലെങ്കിൽ സന്തോഷം കൊണ്ട് കണ്ണ് നിറഞ്ഞൊരു ദിവസമാണ്, കാരണം നല്ലൊരു സൂര്യോദയം കണ്ടു. കുറേ ദിവസമായി ഇതുപോലെ ഓരോ സ്ഥലങ്ങൾ കാണുന്നു. ഒരുപാട് ഭാഗ്യമുണ്ട് എനിക്ക്, അല്ലെങ്കിൽ ഇങ്ങനെയൊന്നും പറ്റത്തില്ല. ഒറ്റയ്ക്ക് നടക്കാൻ പറ്റുന്നു, ഒറ്റയ്ക്ക് യാത്ര ചെയ്യാൻ പറ്റുന്നു, ഒരുപാട് സ്ഥലങ്ങൾ കാണാൻ പറ്റുന്നു. ഒരാഗ്രഹമുള്ളൂ, ഇതുപോലെ ഒരുപാട് സ്ഥലം കാണണം. അടിപൊളി. താങ്ക്സ് ടു ഗോഡ്. നമ്മളൊന്നും അങ്ങോട്ട് കൊടുക്കുന്നില്ലെങ്കിലും ഒരുപാട് ഇങ്ങോട്ട് തരുന്നുണ്ട്. ഞാൻ തിരിച്ച് ടെൻറ്റിലെത്തി. നമ്മളിന്ന് ചെക്കൗട്ട് ചെയ്യുകയാണ്. അപ്പോൾ നമ്മുടെ ടെൻ്റ് ഒന്ന് കാണിച്ചു തരാം. ഇതിനകത്ത് 3 ടെൻ്റ് ഉണ്ട്. രണ്ട് പേർക്ക് ഒരെണ്ണത്തിൽ കിടക്കാം. രാവിലെ നമുക്ക് പൂരിയും കിഴങ്ങേറിയായിരുന്നു. ഫുഡെല്ലാം തന്നെ നല്ല ടേസ്റ്റാണ്. കഴിഞ്ഞ ദിവസം കഴിച്ചത് നല്ല ടേസ്റ്റുള്ള ഫുഡായിരുന്നു. അന്തരീക്ഷം ഒന്ന് തെളിഞ്ഞപ്പോൾ നമുക്ക് നല്ല വ്യൂ ആണ്.
അത്യാവശ്യം നമ്മളെ വയനാട് ടൗണ് ഒരുവിധം എല്ലാം കാണാം എന്നാണ് പുള്ളി പറയുന്നത്, ഇവിടുത്തെ മുതലാളി പറയുന്നത്. കറക്റ്റ് ഒരു സെൻട്രലായിട്ടാണ് വയനാടിൻ്റെ. നിങ്ങൾ വയനാട് പോവുകയാണെങ്കിൽ ഉറപ്പായിട്ടും കുറുമ്പാലക്കോട്ട പോയിരിക്കണം. കുറുമ്പാലക്കോട്ട പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ സ്റ്റേ ആയിരിക്കും ഏറ്റവും ബെറ്റർ ഓപ്ഷൻ. ഇതിൻ്റെ കോൺടാക്റ്റ് നമ്പർ താഴെ കൊടുത്തേക്കാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.